അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ എന്താണെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു കാവേരിയും ഗംഗയൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് എവിടെ പോവാനായിട്ടാ? ഹോട്ടലിൽ വില റൂം എടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞിട്ടോ താരയുടെ വീട്ടുകാർ വരത്തുള്ളൂ. അപ്പൊ താരയ്ക്കും അതിനകത്ത് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ താര തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ താരയോടൊപ്പം ചേർന്നിട്ട് ശാരദയും രാധിമയൊക്കെ കൂടുന്നുണ്ട്. വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു അവരും. അങ്ങനെ കിടക്കുന്ന സമയത്ത് വിനീതനോട് ഗംഗ പറഞ്ഞു, വിനീതേട്ടാ എത്രയും പെട്ടെന്ന് ഒരു വീട് സംഘടിപ്പിക്കണം. ഇനി താര പറഞ്ഞല്ലോ ഇത് ഏജൻസിയൊക്കെ ആണ് ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏജൻസിയോട് പറഞ്ഞ് റെഡിയാക്കണമെന്ന് പറഞ്ഞു. കാരണം അതേ ദിവസം താരയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. വിനീത് പറഞ്ഞു, നോക്കാം, എല്ലാം വിനീതേണ്ട കയ്യിലെ പിടിപ്പേടുണ്ട. വിനീതേണ്ണല്ല പറഞ്ഞ ബേബിച്ചാണ് എല്ലാം ചെയ്തോളൂന്ന്. അത് പിന്നെ ഞാന് വേണ്ട, ഇനിയിപ്പൊ കൂടുതലൊന്നും വിനീതേട്ടൻ പറയണ്ട, നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ അധിക ദിവസമൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ഏജൻസിയുടെ നമ്പരും കാര്യങ്ങളൊക്കെ താര കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം അവര് വീടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വീടൊക്കെ കണ്ടു. പക്ഷെ ഒന്നെങ്കിൽ വാടക കൂടുതൽ, അല്ലെങ്കിൽ ഇവര് 6-7 പേരുണ്ടല്ലോ, ഇത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ഒന്ന് രണ്ട് വീട് പോയി കണ്ടിട്ട് ഒന്നും ശരിയാത്തോണ്ട് അതിൻ്റെതായ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഗംഗയ്ക്കും കാവേരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ കാവേരി ശാരദയോട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടാതിരിക്കുക, നമുക്ക് എവിടെയാണെങ്കിലും ഒരു വീട് റെഡിയാവും. കാരണം നിളമോളുടെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് വീടെല്ലാം റെഡിയായി ഒന്ന് സെറ്റ് ആയെങ്കിൽ മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റുള്ളൂ. പിറ്റേ ദിവസം വിനീത് ബേബിച്ചേട്ടനെ വിളിക്കുകയാണ്. ബേബിച്ചേട്ടനെ വിളിച്ച് കുറെ ചീത്ത പറയണം. തങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ച, നിങ്ങൾ കാരണം ഉണ്ടല്ലോ ഞാൻ ആകെപ്പാടാൻ നാണം കിട്ടും. വീട് തരാന്ന് പറഞ്ഞ് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അത് പിന്നെ വിനീത ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എന്റെ കൺമുന്നിലെങ്ങാനും വന്ന് എപ്പോഴേലും പെടുവല്ലോ, അപ്പൊ ഞാൻ ബാക്കി തന്നോളാന്ന് പറഞ്ഞു. കുടിച്ച് ലെക്ക് കേട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. തന്നെയൊക്കെ വിശ്വസിച്ച എന്നെ വേണം പിടിച്ചിട്ട് എന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടൻ പറഞ്ഞു, വിനീതെ അത് പിന്നെ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. നിന്നോടത് എങ്ങനെ പറയുമെന്ന് കരുതിയിട്ട് വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ടെന്നും പറഞ്ഞ് വിനീത് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്തു. അതേ സമയത്ത് കാവേരിക്ക് എവിടേക്ക് എങ്ങനെ പോയെന്നും അറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിവിൻ എന്ത് ചെയ്തു, നേരെ വിനീതിന്റെ തയ്യൽക്കടയിലേക്ക് ചെല്ലുക. അപ്പൊ അവിടെ ഇക്കായെ കണ്ട് തയ്ക്കാനായിട്ട്. അപ്പൊ ഇക്കാനെ കടയൊക്കെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് അവനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഇക്ക ചോദിച്ചു, എന്താടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഇക്ക കാവേരിയൊക്കെ തിരുവനന്തപുരത്തിന് പോയേക്കല്ലേ, അവരെങ്ങോട്ടാ പോയത് എന്താന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഇക്ക പറഞ്ഞു, അതെ എനിക്കൊന്നും അറിയത്തില്ല എന്റെ നിവിനെ, എന്നോട് ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്. അവരെവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ തിരുവനന്തപുരത്ത് എവിടെയാന്നും എനിക്കറിയത്തില്ല. പിന്നെ നിവിൻ ഇതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിവിൻ ആകെപ്പാടെ വിഷമമായി. ഒരു വിവരമില്ല. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കാവേരിയെ വിട്ടുകളയാനും പറ്റില്ല. എങ്ങനെയെങ്കിലും കാവേരിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. തന്റെ കല്യാണം നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. കാരണം നിവിൻ വിളിച്ചിട്ട് കാവേരി കോൾ എടുത്തില്ല. കാവേരിക്ക് തോന്നി ഇനി ശരിയല്ല, കാരണം രാഗിണിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞു, ഇനിയിപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കുന്നത് ശരിയല്ലോ. അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പാടില്ല. നിവിന്റെ മനസ്സിന്റെ ഒരു കോണി പോലും താൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് കാവേരി കോൾ എടുക്കാതിരുന്നേ. 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പക്ഷെ എമിനിക്കായിരുന്നു ഭയങ്കര വിഷമം. കാരണം നിവിനേട്ടൻ തന്നെ തള്ളിക്കളഞ്ഞു. രാഗിണിയുടെ കഴുത്തിൽ താലി ആർത്തിന്നൊരു ചിന്തയൊക്കെ എമിനയുടെ മനസ്സിലുണ്ട്. തന്നോട് ഇഷ്ടമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിവിനേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി കഴിഞ്ഞുകൊണ്ടായിരിക്കും. യമിനയ്ക്ക് വിഷമം ഉണ്ടെങ്കിലും യമിന അത് പുറമെ കാണിച്ചില്ല. പക്ഷെ കാവേരി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യമിനയുടെ ഈ സങ്കടവും കാര്യങ്ങളൊക്കെ കാവേരി പിന്നീട് യമിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ യമിന പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി. അപ്പൊ പിന്നെ കാവേരി ഓർത്ത് ഇനിയിപ്പൊ അവിടുന്ന് പോകുന്നതിന്റെ ആണോ, ആ ഒരു വിഷമാണോ കാര്യങ്ങളൊക്കെ ആണോന്ന്. അതെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പം അവിടെ പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കോളേജിൽ ഇനി നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോ എത്ര നാൾ ഇവിടെ നിൽക്കേണ്ട വരുമെന്ന് അറിയത്തില്ലോ. ഇനിയിപ്പം ഇവിടെ തന്നെ താമസിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങോട്ട് തിരിച്ചു പോകണം എന്ന് കാവേരിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് വെറും കൈയോടെ തിരിച്ചു പോകാൻ പറ്റില്ല. തന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനോട് പ്രതികാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പോട് കൂടി വേണം പോവാനായിട്ട്. അല്ലാതെ വെറുതെ ചെന്ന് കയറി കൊടുക്കാൻ പറ്റില്ല. ജയപാലൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം കാവേരിക്കറിയാം. പക്ഷെ നിലമോളുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കുറച്ച് നാൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം. അത്
കാവേരിക്കും തോന്നിയ കാര്യമാണ്. അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ കാവേരി നന്നായിട്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നീ ഇവന്റെ കാര്യം തീരുമാനിച്ചു. തിരുവനന്തപുരത്തിന് പോവുക തന്നെ. തിരുവനന്തപുരത്തിന് പോയിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ അറിയണം. ഒരുപക്ഷെ കാവേരി എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്തേലും ഒരു വിവരം കിട്ടാതിരിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു ഇവന്റെ മനസ്സിൽ. അങ്ങനെ 3-ാമത്തെ ദിവസമായി. താരയ്ക്ക് അവിടെ അസ്വസ്ഥയാൻ തുടങ്ങി. കാരണം വീടും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും താരയുടെ വീട്ടുകാർ വരും. അപ്പം 2 ദിവസത്തിലുള്ള വീട് ശരിയാവുമെന്നും പറഞ്ഞായിരുന്നേ. കുറെ വീട് പോയി കണ്ടെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ കാരണം വീട് റെഡിയായില്ല. അപ്പം പോയി നോക്കുന്ന വീടൊക്കെ ശാരദയൊക്കെ ആണെങ്കിൽ നാട്ടിലുള്ള വീട് പോലത്തെ വീടുകളൊക്കെ, അങ്ങനത്തെ ഉള്ള വീടുകളൊക്കെ തിരുവനന്തപുരത്ത് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ ഭയങ്കര വാടകയായിരിക്കും താനും. അതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. ഒടുവില് അന്ന് വൈകുന്നേരം 3-ാം ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും താര ഗംഗയെ വിളിച്ചു. ഗംഗയെ വിളിച്ചിട്ട് പറഞ്ഞു, ഗംഗയെ എത്രയും പെട്ടെന്ന് തന്നെ വീട് റെഡിയാക്കണം. 2 ദിവസത്തിനുള്ളിൽ തന്നെ സിനോജേട്ടനൊക്കെ വരും. അവര് വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴേ ഗംഗ പറഞ്ഞു, അല്ല താര, അത് പിന്നെ വീടൊക്കെ ശരിയായിട്ടല്ലോ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും ദിവസം ആയില്ലേ. അല്ല വീട് അത് പിന്നെ അന്വേഷിക്കാതെ കിട്ടുമോ? നിങ്ങളിങ്ങനെ അന്വേഷിക്കാതെ വീട് ഇല്ലാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഇത്ര ദിവസത്തെ കൂടുതലൊന്നും നിങ്ങളെ ഇവിടെ നിർത്താൻ പറ്റില്ല. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇവരിപ്പോ 6-7 പേരുണ്ട്. അവരോട് വന്നു കഴിയുമ്പോൾ ആ വീട്ടിൽ പിന്നെ സ്ഥലമില്ല. അതുകൊണ്ടാണ് പറയണേ എത്രയും പെട്ടെന്ന് തന്നെ മാറണമെന്ന്. അങ്ങനെ ഒടുവില് ഗംഗയ്ക്ക് നല്ല സങ്കടമായി. ഗംഗ കാവേരിയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. കാവേരി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വീട് മാറണം എന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. യമന് പറഞ്ഞു, നമ്മൾ കാണിക്കുന്ന ശരിയല്ല. കാരണം അവർക്ക് അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം നിർത്തിയത് തന്നെ ഭാഗ്യമാ. മറ്റുള്ളവരെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. കാവേരി പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും രാധമ്മ പറഞ്ഞു, അത് എനിക്ക് തോന്നി എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്ന് തോന്നേ. അല്ലെങ്കിൽ പിന്നെ വീട് കിട്ടണ്ടല്ലേ. ഇത്രയായിട്ടൊരു വീട് പോലും കിട്ടുന്നില്ലോ. എന്തേലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല. എന്തേലും കാരണം കൊണ്ടായിരിക്കും വീട് കിട്ടാത്തേന്ന് പറഞ്ഞു. അത് ശരിയാ. അങ്ങനെയാണൊരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് വേറൊരു പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു. പക്ഷെ ജയപാലനായിരുന്നു ഇതിന്റെ പിന്നെ കളിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുണ്ടായിരുന്നില്ല. ഒടുവില് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ താരയോട് ചോദിച്ചു, ക്ഷേത്രം എവിടെയാന്നൊക്കെ ചോദിച്ച് ശാരദയും കാവേരിയും കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറണമല്ലോ. ഭഗവാനോട് മനോരി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരണം. എത്രയും പെട്ടെന്ന് തന്നെ വേണം, വേറൊരു നിവൃത്തിയില്ല. ഇനി നിലമോളുടെ സർജറിയും കാര്യങ്ങളും നടത്തണമെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവിടേക്ക് അംബിക മുത്തശ്ശി വരുന്നേ. നരന്റെ മുത്തശ്ശി വരുന്നത്. അംബിക മുത്തശ്ശി അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് തിരിയണ സമയത്താണ് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഒരു പരിചയമുള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ അംബിക മുത്തശ്ശി അവർ നോക്കിയിട്ട് അല്ല, ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണോ അതോ പുതിയ താമസക്കാരാണോ? ഇതിനു മുമ്പ് ഇവിടെ കണ്ട് പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, ഞങ്ങള് കുറച്ച് ദൂരെന്നാന്ന് പറഞ്ഞു. വെറുതെ അല്ല. അല്ല ഇവിടെ എവിടെയാ താമസിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, അത് പിന്നെ താമസാലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല ഇതാരാ? ഇതെന്റെ മോള് കാവേരി എന്ന് പറഞ്ഞു. കാവേരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം തന്റെ നരന് ചേർന്ന പെണ്ണാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നായിരുന്നു. കാവേരിയുടെ നിപ്പും മട്ടും ഭാവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് അവരങ്ങനെ സംസാരിക്കുകയാണ്. അമ്പയും മുത്തശ്ശി വീടിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശാരദ താക്ക് വീട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേട്ടതും അമ്പയും മുത്തശ്ശി ആണോ, ഇതുവരെയായിട്ട് വീട് റെഡിയായില്ലേ? ഇല്ലാന്നേ, കുറെ ഏജൻസികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും റെഡിയായിട്ടില്ല. പോയി കാണുന്ന ഒന്നും റെഡിയാകുന്നില്ല, എന്തോ ഒരു കാരണം ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ വീടിന്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പറ്റുമോന്ന് അറിയത്തില്ല. വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണോ? ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അല്ലാതെ ഈ പെൺമക്കളെയും കൊണ്ട് ശാരദ പറഞ്ഞായിരുന്നു. 4 പെൺമക്കളാണ്. അപ്പൊ അതൊക്കെ കേട്ടിഞ്ഞപ്പോ അംബിക മുത്തശ്ശിയും വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഇതറിഞ്ഞപ്പോ കാവേരിക്ക് സന്തോഷം. ഒരുപക്ഷെ ഭഗവാനായിരിക്കും ഇവരുടെ കൺമുന്നിലേക്കും മുത്തശ്ശിയുടെ മുന്നിലേക്കും കൊണ്ടുവന്ന ചിന്തയുണ്ട്. കാവേരിയും മുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കാവേരിയുടെ സംസാരം കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം വാ, ഞാൻ വീട് കാണിച്ചു തരാം, എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാവേരിക്കും ശാരദയ്ക്ക് സന്തോഷം. അങ്ങനെ അവര് വീട് കാണാനായിട്ട് പോകുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.